2014 വിവാഹം കഴിഞ്ഞ 2023 വിവാഹം വേർപെടുത്തിയ ഒരു സ്ത്രീ അവര് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ. അതായത് ഇവരുടെ വിവാഹ ബന്ധത്തിൽ 2017 ഉണ്ടായ ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവല്ല, ഇന്ന് അവർ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന, അതായത് 2023 ഇവരുടെ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം അവർക്ക് വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ് 2017 ഉണ്ടായ കുഞ്ഞിന്റെ അച്ഛൻ. അതുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛന്റെ പേര് എന്നുള്ളത് ഇവരുടെ മുൻ ഭർത്താവിന്റെ പേരല്ല, മുൻ ഭർത്താവിന്റെ പേര് മാറ്റി പുതിയ ഭർത്താവിന്റെ പേരിലേക്ക് ആക്കുക, അതായത് കുഞ്ഞിന്റെ അച്ഛന്റെ പേര് മാറ്റുക എന്നുള്ളതാണ് അവരുടെ പരാതി. ഈ സംഭവം നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 2014 മറ്റോ തൃശ്ശൂർ ജില്ലയിൽ ഇവർ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് 2017 ഈ സ്ത്രീ ഗർഭിണിയാവുന്നു. ഇവർക്കൊരു പെൺകുഞ്ഞ് ഉണ്ടാകുന്നു. ഈ സമയത്ത് ഈ ഭർത്താവിന് ഈ ഭാര്യയിൽ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉടലെടുക്കുന്നു. പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. കുഞ്ഞ് വളരുന്നു. പിന്നീട് 2023 ആയപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അതിൻ്റെ ഇടയിൽ ഇയാളുടെ ഭർത്താവിൻ്റെ സംശയങ്ങൾ കൂടി വരുന്നു. ഇയാൾക്ക് പല പല കാര്യങ്ങളിലും യോജിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. കുഞ്ഞ് കൂടെ പാരലലി വളർന്നു വരുന്നു. 2023 ആയപ്പോഴേക്കും ഇവർ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2023 കോടതിയിൽ ഇവരുടെ ഡിവോഴ്സ് സാങ്ഷനായി. ഇവർ നിയമപരമായിട്ട് ബന്ധം വേർപിരിഞ്ഞു. ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഈ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിച്ചു. മറ്റൊരാളെ വിവാഹം കഴിച്ചതിന് ശേഷം 2026 അവരൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് കൊടുത്തിരിക്കുന്നത് മുൻ ഭർത്താവിൻ്റെ പേരിൽ ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ 2017 ഉണ്ടായ ഇവരുടെ കുട്ടിയുടെ അച്ഛൻ 2023 ഇവർ രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഈ 2023 കുഞ്ഞുണ്ടാകാൻ കാരണം അന്ന് ഇവരുടെ കാമുകനായിരുന്ന, ഇന്ന് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവായിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് കേസ്. സ്വാഭാവികമായിട്ടും കോടതി ആദ്യ ഭർത്താവിനെ വിളിച്ചു. ആദ്യ ഭർത്താവിനോട് കാര്യങ്ങളെക്കുറിച്ച് അയാളുടെ വാദം കേട്ടു. അയാൾ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല, ഈ കാമുകനാണ് എന്ന് പറഞ്ഞു. അതായത് ആൾക്ക് അന്നുണ്ടായിരുന്ന സംശയം ശരിയായിരുന്നു. ഈ സ്ത്രീ ഗർഭിണിയായത് അയാളിൽ നിന്നല്ല, കാമുകനിൽ നിന്നാണ്. അതിനുശേഷം ഈ 9 വർഷത്തോളം ഈ കുഞ്ഞിനെ ഇയാളുടെ ഐഡന്റിറ്റിയിൽ വളർത്തി. അതായത് അച്ഛൻ എന്നുള്ള പേരിൽ അയാളാണ് അച്ഛൻ എന്നുള്ള രീതിയിൽ വളർന്നു വന്നു. പിന്നീട് വിവാഹ ബന്ധം വേർപെടുത്തി. ഇയാള് ആ പെൺകൊച്ചിൻ്റെ സ്വന്തം അച്ഛൻ, അതായത് പഴയ കാമുകനെ തന്നെ വിവാഹം കഴിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം കോടതി അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, അഭിമാനം എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല, അത് പുരുഷന്മാർക്കും ഉണ്ട്. അഭിമാനം നഷ്ടപ്പെടുന്ന പുരുഷന്മാരും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആക്ഷൻ ഹീറോ വിജയ് സിനിമയ്ക്കകത്ത് ഇത്തരത്തിലുള്ളൊരു സിമിലർ ആയിട്ടുള്ളൊരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എത്ര വൈകാരികമായിട്ടായിരിക്കും ആ സീൻ കണ്ടിരിക്കുന്നത്. എന്നാൽ അതേപോലൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇയാളെ വിട്ടേക്ക്, ആദ്യ ഭർത്താവിനെ നമുക്ക് തൽക്കാലത്തിന് മാറ്റി നിർത്താം. ആ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക. ഇന്നലെ വരെ അച്ഛൻ ആയിരുന്ന ആള്, ഇന്നലെ വരെ തൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിന്നിരുന്ന, തന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടുനടന്ന ഒരു വ്യക്തി ഇന്ന് തൊട്ട് തൻ്റെ അച്ഛനല്ല എന്ന കൊച്ചു തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ആ കൊച്ചിന് അറിയുമെന്നറിയില്ല. കാരണം 9 വയസ്സ് പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 9-10 വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ചിന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇന്നലെ വരെ അച്ഛന്ന് വിളിച്ച ആളെ ഇന്ന് അച്ഛനല്ലാന്ന് തിരിച്ചറിയുന്ന സമയം, അല്ലെങ്കിൽ ഇന്നലെ വരെ അച്ഛന്ന് വിളിക്കാത്ത ഒരാളെ അയാളാണ് അച്ഛൻ എന്ന് തിരിച്ചറിയുന്നൊരു സമയം, ആ കുഞ്ഞിനൊക്കെ ഏത് തരത്തിലുള്ള മെൻ്റൽ ട്രോമാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇയാൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം. കാരണം 2017 ഉണ്ടായ കുഞ്ഞ് ഇയാളുടേതല്ല എന്നുള്ള സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം അയാൾക്കുണ്ടായിരുന്നിരിക്കാം. ആ സംശയത്തിൽ നിന്നായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു സദാചാര ലെവലിലോ അത്തരത്തിലൊന്നും ചിന്തിക്കാതെ, ഞാനിപ്പം നിലവിലുള്ള നിയമത്തിൻ്റെ ഇതിലും നമ്മുടെ ഒരു കോമൺ സെൻസിൻ്റെ രീതിയിലും ചെയ്യേണ്ട ഒരു മര്യാദയുടെ രീതിയിലും ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. എൻ്റെ അഭിപ്രായം പറയാം. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് വിവാഹം കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല എന്നുള്ളതാണ് കോടതിയുടെ വിധി. അല്ലെങ്കിൽ നമ്മുടെ നിയമം ഇപ്പം അങ്ങനെയാണ്. അത്
പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ വിട്ടേക്കുക, അത് വേറെ സെക്ഷൻ, അത് നമുക്ക് ചിന്തിക്കേണ്ട. പക്ഷേ വിവാഹം കഴിഞ്ഞ ഒരാൾക്കാണല്ലോ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഉണ്ടാകുന്നത് നല്ലതാണോ, അത് നല്ലതാണെന്നും മോശമാണെന്നും പറയാനും ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ അവര് അത് ഇത്തരത്തിലൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഈ സ്ത്രീ ഉദ്ദേശിച്ചതെങ്കിൽ ഇവർ ഒരു തരത്തിലും ഗർഭിണിയാകാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഈ സയൻസ് ഇത്രയും വളർന്ന് ഇത്രയും ടെക്നോളജി വളർന്നിരിക്കുന്ന സമയത്ത് ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഒഴിവാക്കാൻ പറ്റുന്ന എത്രയോ ഫെസിലിറ്റീസും എന്തൊക്കെ മാർഗങ്ങളുണ്ട്, എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ട്. ഇവരിതൊന്നും ചെയ്തില്ല. ആക്സിഡൻ്റൽ പ്രഗ്നൻസി മേ ബി ആയിരിക്കാം, ഇവർക്കിങ്ങനെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള താല്പര്യമല്ലായിരിക്കാം ഉണ്ടായിരുന്നത്, നമുക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഈ കേസിനെ കുറിച്ചും അധികാരമായിട്ട് അറിയത്തില്ല. പക്ഷേ വളരെ നമ്മുടെ സൊസൈറ്റിയിൽ അറിയേണ്ട ഒരു കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അവർ പ്രഗ്നൻ്റ് ആകുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അവർക്ക് ഈ പറയുന്ന പോലെ പ്രഗ്നൻ്റ് ആയി എന്നുണ്ടെങ്കിൽ അത് ഈ ഭർത്താവിനോട് പറയാനാണ്. ഇനി ഇവർ തമ്മിൽ പണ്ടേ പ്രണയത്തിലായിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഈ ഭർത്താവിനോട് പറയണമായിരുന്നു, എനിക്ക് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയെ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയണമായിരുന്നു. ഇനി വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഒന്നെങ്കിൽ ഈ പറഞ്ഞ പ്രണയം ഉണ്ടായിരുന്ന ആ പ്രണയത്തെ ഒഴിവാക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇദ്ദേഹമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് എന്താണോ തീരുമാനം, ഇത്രയും ദൂരം പോകുന്നതിന് മുമ്പ് ഡിവോഴ്സിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ നോക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഈ പുതിയ ആളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാം, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിച്ച് ജീവിക്കാം, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ മറ്റൊരാളുടെ ഭർത്താവായിട്ടിരിക്കുന്ന സമയത്ത്, മറ്റൊരാളുടെ ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് വേറൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. ഇത്ര നാൾ അവരെ കൊഞ്ചിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ നാളെ തൊട്ട് അച്ഛനല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്ര നാൾ താൻ വളർത്തിയ കുഞ്ഞ് തൻ്റെതല്ല എന്ന് അച്ഛൻ തിരിച്ചറിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ടഫാണ്. അത് നമുക്കങ്ങനെ പെട്ടെന്ന് നമുക്കത് ഒരിക്കലും നമുക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്ന ഒരു പ്രശ്നത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് പോയി. ഇന്ന് അയാൾ ബ്ലെയിം ചെയ്യുന്നുണ്ടായിരിക്കാം. ഒന്നാലോചിച്ച് നോക്കി, ഒരു സൊസൈറ്റിയിലുള്ള സാധാരണ, അല്ലെങ്കിൽ അയാളെ അറിയാവുന്ന ഒരാൾ അയാളോട് എന്തായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തായിരിക്കും പറയുക? വല്ലവൻ്റെയും കൊച്ചിനെ ഇത്രയും കാലം വളർത്തിയ ഒരാൾ എന്നല്ല ചിന്തിക്കുക. പക്ഷെ അയാൾ വളർത്തിയ അയാളുടെ മോളായിട്ടല്ലേ. ഇത് കോടതി കേസായില്ലെങ്കിൽ ഇന്നും അയാളെ ആ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. നിങ്ങൾക്കല്ലായിരുന്നോ വാശി അയാളുടെ പേര് മാറ്റി നിങ്ങളുടെ പുതിയ ഭർത്താവിൻ്റെ പഴയ കാമുകൻ്റെ പേര് ആ കുഞ്ഞിനിടണമെന്ന്? ബയോളജിക്കലി ശരിയാണ്, അച്ഛൻ നിങ്ങളുടെ പുതിയ ഭർത്താവായിരിക്കാം. പക്ഷേ അയാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ ലെവലിൽ നിന്ന് ചിന്തിച്ചു നോക്കി. ഇത്ര നാളും താൻ അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തൻ്റെ കുഞ്ഞല്ല, ഇത് ആരുടെയോ കുഞ്ഞാണ്, അവളുടെ കാമുകൻ്റെ കുഞ്ഞാണ് എന്നറിഞ്ഞിട്ടും അയാൾ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ ചിന്താഗതി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചു, നിങ്ങൾ എന്തിനാണ് അത് കേസ് കൊടുക്കാൻ പോയത്? എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. എന്തിനാണ് അങ്ങനെ ഒരു പേര് മാറ്റിയത് കൊണ്ട് എന്താണ് കാര്യം? പേര് മാറ്റിയാൽ നിങ്ങൾക്ക് കസ്റ്റഡി കിട്ടും എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ കസ്റ്റഡിയിൽ കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ നിയമം. കാരണം കസ്റ്റഡി എപ്പോഴും കസ്റ്റോഡിയൻ ഫസ്റ്റ് പ്രയോറിറ്റി അമ്മയ്ക്കാണ്, അച്ഛൻ അത് കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിലത്തെ സിസ്റ്റം. ഇല്ലെങ്കിൽ അമ്മ ഇത്തരത്തിൽ മീൻസ് അമ്മയുടെ കൂടെ കുഞ്ഞ് കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് കോടതിക്ക് ബോധ്യമായ മാത്രമേ അച്ഛൻ്റെ കൂടെ കുഞ്ഞിനെ വിടുള്ളൂ. അങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം, നിലവിലത്തെ ഒരു സിസ്റ്റം വരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ആ അച്ഛൻ്റെ മകളായിട്ട് അവിടെ വളർന്നോളുകയല്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. ശരിയല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല? ഇതാണ് പ്രശ്നം. ഈ ഡിവോഴ്സ് ആകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരാളെ വിവാഹം കഴിച്ചു, നമുക്ക് ചൂഴ്ന്ന് നോക്കിയിട്ടൊന്നും ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടൊന്നും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചു, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ മാർഗ്ഗം. അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള മീൻസ് ഈ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ്, ഈ ഇടയിലൊരു കുഞ്ഞ്, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ഈ ഡിവോഴ്സ് ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഡിവോഴ്സ് ചെയ്തു പിന്നീട് ശത്രുത, ചെളിവാരി എറിയൽ, ഇതാണ് പ്രശ്നം. ഡിവോഴ്സ് ചെയ്ത സമയത്ത് ഈ മുൻ ഭർത്താവിനോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തത്. അങ്ങനെ ആകാനാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെ ആകാനാണ് സാധ്യത. പക്ഷേ
അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഭാവി, ആ കുഞ്ഞിന് ഉണ്ടായ ട്രോമ, ആ കുഞ്ഞിന് ഇനി സൊസൈറ്റി എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം. ആ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരെന്ന് ആലോചിച്ച് ആ കുഞ്ഞിൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ പേരും ആ കുഞ്ഞിൻ്റെ പേരിൻ്റെ അച്ഛൻ്റെ പേരും കൂട്ടിയായിരിക്കണം ആ കുഞ്ഞിൻ്റെ പേരെന്ന് വിചാരിക്കുക. നാളെ തൊട്ട് അച്ഛൻ്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് വരിക, അല്ലെങ്കിൽ ഇത്ര നാൾ അച്ഛനായിരുന്നു എന്ന് പറഞ്ഞ ആൾ വേറൊരാളായിരുന്നു എന്നുള്ള പേര് വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ കുഞ്ഞ് സൊസൈറ്റിയിൽ എങ്ങനെ ഫേസ് ചെയ്യാം അതിനെ? ഇത്തരത്തിലുള്ള പല പ്രശ്നമുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വാശിക്ക്, നമ്മുടെ മുൻ പങ്കാളികളുടെ വാശിക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലുള്ള തലമുറയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പം അഫെയർ ആണെങ്കിൽ പോലും അഫെയറായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. അത് മറ്റൊരു തരത്തിലേക്ക് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്തരം പരിപാടിക്ക് പോകണ്ട. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തേക്കുക, പ്രശ്നമില്ലല്ലോ. ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിക്കോ. വേറെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോ, ഇല്ല കല്യാണം കഴിക്കണ്ട, ലിവിങ് ടുഗദറിൽ പോയിക്കോ. ഇതിനൊന്നും ആർക്കും ഒരു പ്രശ്നമോ നിയമപരമായിട്ടൊരു തടസ്സവും ഇല്ലല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ 9 വയസ്സുള്ളൊരു കുഞ്ഞിന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അച്ഛനല്ല നാളെ തൊട്ട് വേറൊരു അച്ഛനാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്കത് വർക്കാകുന്നില്ല. അതെങ്ങനെ ആ കുഞ്ഞ് ഫേസ് ചെയ്യും, അതെങ്ങനെ ആ കുഞ്ഞ് എടുക്കും എന്നുള്ളത് എനിക്കിപ്പോഴും വർക്കാകുന്നില്ല. അപ്പോൾ ഈ കാരണം കൊണ്ടാണ്, ഇത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക.